ഹലോ ഗെയ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിപ്പത്തിരി കേട്ടോ, ചട്ടിപ്പത്തിരി എന്നും പറയും. നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുത്താൽ കേട്ടോ. ഇങ്ങനെ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ മുറിച്ചെടുക്കുകയും ചെയ്യാം. അധികം ചേരുവകളും വേണ്ട. കുറച്ച് മുട്ടയും ഗോതമ്പ് പൊടി, മൈദപ്പൊടി വേണമെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയാണ് ഒന്നുകൂടി നല്ലത്. മൈദയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും. ഇതേക്കില്ല കൂട്ടുകളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇതല്ലേ, നല്ല ടേസ്റ്റ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അല്ലേ ഇതിലേക്കുള്ള കൂട്ടുകളും ഇതൊക്കെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കത് തയ്യാറാക്കാനായിട്ടേ 2 സവാള ചെറുതായി ഇങ്ങനെ കൊത്തിയരി കേട്ടോ. പിന്നെ ക്യാരറ്റ് കയറ്റി നിൽക്കുക. അങ്ങനെ ചിക്കനൊക്കെ മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്തതാട്ടോ. അങ്ങോട്ട് അത് പിച്ചെടുത്തിക്കുകയാണ്. കുറച്ച് ഒരു ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളകൊക്കെ ചതച്ചെടുത്ത പേസ്റ്റ് കേട്ടോ. പിന്നെ മല്ലിയില, വേപ്പിൻ്റെ ഇല, ഇത്തരം സാധനങ്ങൾ ഇതിൽ ആവശ്യമാണ്. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടേ, കുറച്ച് ഉപ്പിട്ടിട്ടേ, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് കുഴക്കണം. മരുന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളി. നല്ലൊരു മയം കിട്ടും. അങ്ങനെ നമ്മളെ ഗോതമ്പ് മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടേ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഓയിലൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചാൽ നല്ലൊരു മയം കിട്ടും കേട്ടോ. നമുക്ക് കുഴച്ചിട്ടേ ഉരുളകളായിട്ടെടുക്കാം. ഇതല്ലേ ഞാൻ ഉരുളകളൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുളകളാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പരത്തിയെടുക്കാം, ചപ്പാത്തി പരത്തണ പോലെ. നമ്മൾ ഉണ്ടാക്കണ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ്റെ അടിൻ്റെ അത്ര വട്ടം വേണം കേട്ടോ ചപ്പാത്തികളൊക്കെ. ചപ്പാത്തി മാവൊക്കെ നമുക്കൊന്ന് പരത്തിയെടുക്കാം.
അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ പച്ചപ്പാത്തിയൊക്കെ പരത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചുട്ടെടുക്കാം. ഇത് വല്ലാതെ പൊള്ളക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി അപ്പുറം അപ്പുറം. ഇനി നമ്മൾ ആവിക്കൊന്ന് വേവിച്ചോലോ, അങ്ങനെ നമ്മൾ അപ്പുറം അപ്പുറം മറിച്ചിട്ടേ നമ്മൾ പത്തിരി ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. മൈദപ്പൊടി ആകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും. ഞാനിത് എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടല്ലോ എഴുതിയിട്ടേ ഗോതമ്പ് മാവ് ആട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ മൈദപ്പൊടി ആണെങ്കിൽ മൈദ എടുത്തോളി, അപ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആവും. അങ്ങനെ നമ്മളേ പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കാം. അങ്ങനെ ഗെയ്സ് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടോ. നമുക്ക് ഇതിക്ക് ബാക്കിയുള്ള ചേരുവകളും ചേർക്കാം. വല്ലാതെ വേവിച്ചൊന്നും വേണ്ട, പാകത്തിന് വേവിച്ചാൽ മതി. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് വേവിക്കാറില്ല, അങ്ങനെ വേവിക്കൊന്നും വേണ്ട. ജസ്റ്റ് അപ്പുറം അപ്പുറം ഒന്ന് വെന്തിട്ടണം. പിന്നെ നമ്മൾ ആവിക്ക് വേവിച്ചുമ്പോൾ പോകുമല്ലോ, അതിൻ്റെ ഒട്ടലൊക്കെ പോകുമല്ലോ. വല്ലാതെ വേവിച്ചാലേ കരിഞ്ഞു പോകാനൊന്നും പറ്റില്ല, അങ്ങനെ ആയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചധികം ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾ അധികം എടുക്കുമ്പോൾ അധികം മുട്ട ചേർക്കണം കേട്ടോ. ഓരോന്നിക്കും അനുസരിച്ച മുട്ട എടുക്കണം നിങ്ങൾ. ഇതിക്ക് മുട്ട പീങ്ങിങ്ങാണ്ട് മേലെ ഇടണമെങ്കിൽ ഇടട്ടെ. ഞാൻ അപ്പം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അതിലേക്കുള്ള ഇറച്ചി കൊണ്ടുള്ള ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഗെയ്സ് നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് ആദ്യം ചുട്ടെടുക്കാം. ഇതിലേക്കുള്ള ഗ്രേവിയൊക്കെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ ഗെയ്സ് നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് സവാള ഉണ്ടല്ലോ അതാദ്യം വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നല്ലോണം ചുവന്ന് വന്നോട്ടെ കേട്ടോ. സവാള നല്ലോണം ചുവന്ന് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഒരു ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, എളുപ്പം ചുവന്ന് വരും. സവാളയൊക്കെ നല്ലോണം ചുവന്ന് വരുമ്പോഴേ നമ്മൾ ചതച്ച് വെച്ച ചതവുകളും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള കുറച്ച് നേരം ഇളക്കേണ്ടി വരും ചുവന്ന് വരണമെങ്കിൽ.
സവാളയൊക്കെ ഒന്ന് ചുവന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് വെക്കാം. സവാളയൊക്കെ നല്ലോണം ചുവന്ന് വന്നാലേ എളുപ്പം ചോക്കാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഇളക്കി ചോപ്പിച്ചാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ ആ സവാള ഒക്കെ അരിഞ്ഞ് വെച്ചു. ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചിക്കൻ വേവിച്ച് കണ്ട് പിച്ചി വെച്ചു. ഇനി സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഇപ്പോൾ എളുപ്പമുണ്ട് പണിക്ക്. ആദ്യം നമ്മളെല്ലാതും അരിഞ്ഞക്കാലൊക്കെ അരിഞ്ഞേക്കുക, ചതക്കാലൊക്കെ ചതക്കുക. എളുപ്പമുണ്ട് പരിപാടിക്ക്. സവാളയൊക്കെ ഒന്ന് ചുവന്ന് വരണം, കുറച്ച് നേരം ഇളക്കി തന്നെ വേണം. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ഒക്കെ പാടെ ചതച്ചതാട്ടോ ഇട്ട് കൊടുത്തത്. അതൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുക്കാം. ചിക്കൻ പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് പിച്ചിട്ടാട്ടോ, മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തിട്ടില്ല, കൈ കൊണ്ട് പിച്ചിക്കണം. അപ്പോഴേ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായി ഇളക്കിയിട്ടേ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കിയതിൻ്റെ പച്ചമണക്കം ഒന്ന് പോയിട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളകും പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി മുളക് പൊടി അധികം എരിവാണെങ്കിൽ 2 സ്പൂൺ ചേർത്തോളൂ. ഞാൻ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇത്ര പണിയുള്ളൂ. ഇതൊക്കെ നല്ലോണം ഒന്ന് വഴഞ്ഞിട്ടേ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് ചെറിയ തീയിൽ വയറ്റിയാൽ മതിട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. ഇനി നമുക്ക് ചിക്കനെ പിച്ചിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ, ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് ചൂടാറാൻ വെച്ചോളി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടോ. നന്നായി ചെറിയ തീയിലേ ഇളക്കിയെടുക്കണം. അങ്ങനെ പതുക്കെ അങ്ങനെ ഇളക്കിയെടുക്കട്ടോ. ഇത് നമുക്ക് ആ ചുട്ടെടുത്ത പത്തിരിയും ഒക്കെ ഒന്ന് ചൂടാറാത്ത പാത്രത്തിലിട്ട് വെച്ചോ. ഇനി ഒരു 4 കോഴിമുട്ടേ നമുക്ക് തീ കുടച്ച് ചേർക്കട്ടോ. ഞാൻ അധികം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ അധികം കോഴിമുട്ട എടുത്തോളൂ. ഞാൻ അപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടുള്ളൂ. അതേ തീക്ക് ആവശ്യമുള്ളൂ. അധികം എടുക്കണമെങ്കിൽ അധികം മുട്ട എടുത്തോളി. അങ്ങനെ കോഴിമുട്ടയും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടേ കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ടേ കോഴിമുട്ടയൊക്കെ നല്ലോണം ഒന്ന് അതിലിളക്കി യോജിപ്പിച്ച ചപ്പാത്തിയിൽ മുക്കിങ്ങാണ്ട് ഇടാല്ലതല്ലേ, അതുകൊണ്ടേ കോഴിമുട്ടയൊക്കെ നല്ലോണം ഒന്ന് ഇളക്കിങ്ങാണ്ട് അതിൽ യോജിപ്പിച്ചാൽ കേട്ടോ. നമുക്കൊരു സ്പൂൺ എടുത്ത് തുറന്നിട്ടേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് ഇളക്കി കൊടുക്കാം. കുറച്ച് പാലും പാരണം കേട്ടോ. പാല് കുറച്ച് പാകത്തിന് പറഞ്ഞു കൊടുത്തോളി. അധികമൊന്നും പാരണ്ട. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാല്, 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഉപ്പിട്ട് ഇളക്കിയിട്ടേ ഒരു വിസ്ക് എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. ഉടച്ചു കൊടുക്കുക. കുറച്ച് വലിയൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടേ ഈ പാത്രത്തിൽ ഉടച്ചാൽ പുറത്ത് പോകുള്ളൂ. നല്ലോണം യോജിപ്പിച്ച് നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. അത് നന്നായി നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതും കൂടിയാണ് ഉടച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും കൂടിയേ ഉള്ളൂ ഇപ്പോൾ ഇനി പണി. നമ്മൾ ഓൾറെഡി ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്, മുട്ട ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി ചട്ടി ചൂടാക്കി ആക്കി ചപ്പാത്തി ഇങ്ങനെ
അതിൽ മുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ചട്ടിപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത ആദ്യം അതൊക്കെ റെഡിയാക്കി വെക്കണം, നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെ മുട്ട ഇതിൽ ഉടച്ചിട്ട് തുടങ്ങിയില്ല. ഇനി ഒരു ബിസ്കറ്റ് എടുത്തിട്ട് നല്ലോണം വലിയൊരു പാത്രത്തിലൊന്ന് ഉടച്ചെടുക്കാം. ഇത് നല്ലോണം യോജിപ്പാണില്ല, ഇളക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടേ വേണം വലിയൊരു പാത്രം എടുത്തുങ്ങാണ്ടേ അതിലൊന്ന് ഉടച്ചു കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ മുട്ടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, നമ്മളെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചട്ടിയൊക്കെ തീമച്ച് ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടോ. 2 സ്പൂണോ 1 സ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുത്തോളി. അടിയിൽ എല്ലായിടത്തും ഒന്ന് പരട്ടി കൊടുത്താലും മതി. അങ്ങനെ ഗേസ് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി, ചട്ടിപ്പത്തിരി ഉണ്ടാക്കാതെ റെഡിയാകുകയാണ്. നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുക ആദ്യം. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ മുട്ടയിൽ ആ ചപ്പാത്തി ഒന്ന് മുക്കിങ്ങാണ്ട് ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി, ഫ്ലെയിം ഒന്ന് കുറച്ചളിയിട്ടില്ലേ അടി കുറഞ്ഞു പോകും, കുറച്ച് കരിഞ്ഞു പോകും. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അടിയൊന്ന് കുറച്ചൊന്ന് ഉള്ളിക്കൊന്നും ആയിട്ടില്ല, അടിഭാഗം ഒന്നും ഇതായി, കുറച്ച് ചൂടധികമായപ്പോഴേ. അങ്ങനെ ഗേസ് നമ്മുടെ മുട്ടിയിലൊക്കെ ചപ്പാത്തി മുക്കി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുക. അങ്ങനെ മുക്കിയിട്ടേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നിട്ടിട്ടേ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടുവെന്ന് മാത്രം. അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ. ആ ഹോളെന്ന ബെല്ലൈക്കണം അമർത്തിയിട്ടേ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇങ്ങനെ വെക്കട്ടോ. അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മുട്ടയാണ് ഒഴിച്ചെടുത്താൽ മതി. അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ആവിക്ക് വേണം, ഒരു 10-20 മിനിറ്റ് ആവിക്കൊന്ന് വേണം കേട്ടോ. അങ്ങനെ ഗേസ് നമ്മളെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്തിട്ടേ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ ആവശ്യത്തിന് ഇട്ടെടുത്തോളൂ, എല്ലാ പത്തിരിക്കും വേണ്ടേ. അപ്പോൾ എല്ലാവർക്കും ലേസ് എടുത്തേക്കണം, അപ്പോഴേ എല്ലായിടത്തും അതിൻ്റെ എത്തുള്ളൂ. അങ്ങനെ ഗേസ് നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ റെഡി ആകൊണ്ടിരിക്കണം. നമുക്കേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു അടിയിൽ നല്ലൊരു കനല്ല ചട്ടി ചൂടാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കിയിട്ടേ ഒരു 20 മിനിറ്റ് നേരം ചെറിയ ആവിക്ക് ഇങ്ങനെ വെന്തിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം വെന്തിക്കണം. പിന്നെ അതൊന്ന് മറിച്ചിട്ടാൽ മതി, വേറെ ചട്ടിക്ക് മറിച്ചിട്ടാൽ മതി. അതിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വളരെ സ്വാദിഷ്ടമായ ചട്ടിപ്പത്തിരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. നമ്മുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറച്ചിപ്പത്തിരിന്നോ ചട്ടിപ്പത്തിരി എന്ത് വേണമെങ്കിൽ വിളിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമല്ലത് വിളിക്കുക. അപ്പോൾ ഞാൻ അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഓക്കെ ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ ചപ്പാത്തി അല്ലാതെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ അടുത്ത ആ ഒരു ഫില്ലിങ്, ആ ഇറച്ചിൻ്റെ ഒക്കെ ഫില്ലിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് മസ്റ്റ് ട്രൈ ചെയ്യാനൊക്കെ. പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കി നോക്കാം, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയൊരു ഹെൽത്തിയും എവിടേക്കോ ഇങ്ങനെ ഒരു ഹെൽത്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളൊരു ശൈലിയിലൊക്കെ. നമ്മൾ വെറുതെ 4 മണിക്ക് എന്താ അങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ കേട്ടപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.
അങ്ങനെ കേസ് നമ്മുടെ ചട്ടിപ്പത്തിരിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ചായയുടെ കൂടെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കി. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തിയായ സാധനം നമുക്ക് കഴിക്കാം. നമ്മൾ ഉണ്ടാക്കണത് എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ഗോതമ്പ് പൊടി ആവുകൊണ്ട് നല്ല ഹെൽത്തി ആട്ടോ. മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല, മൈദ ഒന്നുകൂടി നന്നാവും കേട്ടോ. അങ്ങനെ കേസ് നമ്മുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യണേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.